ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ആരാധനക്രമ വത്സരത്തിലെ സ്ലീഹാകാലത്തിലൂടെ, സ്ലീഹാകാല ചൈതന്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മ നിറവിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്കായി പ്രത്യേകമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് സ്ലീഹാകാലം എന്ന് പറയുന്നത്. ഈ ഒരു സ്ലീഹാകാലത്തിലെ രണ്ട് പ്രധാനപ്പെട്ട തിരുനാളുകൾ, പന്തക്കുസ്ത തിരുനാളും പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളും നമ്മൾ കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലായിട്ട് സഘോഷം കൊണ്ടാടിയതാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ദൈവാത്മാവിനെക്കുറിച്ചും ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ അറിയുകയും നമ്മൾ ഓരോരുത്തരും ഈ ആത്മാവിൻ്റെ കൃപയിൽ വളരുകയും ചെയ്യുക എന്നത് ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയിൽ വളരുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് തന്നെ അല്പമൊന്ന് ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ പ്രത്യക്ഷീകരണ സമയത്ത് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ശിഷ്യന്മാരോട് അരുളി ചെയ്യുകയാണ്: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. നമ്മൾ ബൈബിളിൻ്റെ ഏടുകളിലൂടെ, താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ, പ്രപഞ്ചോ ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ കൂടെയുണ്ടായിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ചൈതന്യം, അതുമല്ലെങ്കിൽ പിതാക്കന്മാരിലും പ്രവാചകന്മാരിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരാത്മാവ്, അല്ലെങ്കിൽ യേശയ്യാ പ്രവാചകൻ പ്രവചിച്ച വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ഒക്കെ ആത്മാവ്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതർക്ക് മോചനം നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, അന്ധർക്ക് കാഴ്ച നൽകുവാനും ഒക്കെ ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ഇതേ ആത്മാവ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. സെഹിയോൻ ശാലയിൽ പ്രാർത്ഥിച്ചിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സ്ലീഹന്മാരുടെയും മധ്യത്തിലേക്ക് ഇതേ ആത്മാവ്, പഴയ നിയമത്തിലുടനീളം ബൈബിളിൽ നമ്മൾ കണ്ട അതേ ആത്മാവ് സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വരികയാണ്. ഇത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ പരിശുദ്ധാത്മാവിനെ സ്ലീഹന്മാർക്ക് വാഗ്ദാനം ചെയ്യുക. ഈ ആത്മാവ് വന്നപ്പോഴാണ് സഭ രൂപം കൊള്ളുന്നത്. ഈ സഭയുടെ വക്താക്കളായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ദൈവാത്മാവ് തന്നെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതും നമ്മളെ നയിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും എന്നൊക്കെ പറയുന്നത്. ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകുവാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ ജനിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് വഴിയും സത്യവും ജീവനുമായി ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു കാൽവരി കയറി കുരിശിൽ മരിച്ചത്? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവിനെ നമുക്കോരോരുത്തർക്കും നൽകുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ആത്മാവിന് മാത്രമേ ഈ ഭൂമിയെ നവീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്: എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിന് മാത്രമേ പുതിയ ഒരു ഹൃദയം നമുക്ക് നൽകാൻ സാധിക്കത്തുള്ളൂ. എല്ലാത്തിനെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിന് മാത്രമേ പുതിയ ഭാഷ സംസാരിക്കാൻ നമ്മെ പ്രാപ്തരാക്കാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തെ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിന് മാത്രമേ പുതിയ മനോഭാവങ്ങളിലേക്ക് നമ്മളെ വളർത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നൽകുവാൻ
ആണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നതെന്നുള്ള ബോധ്യം നമുക്കൊക്കെ ആഴപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യരായി നമ്മളൊക്കെ രൂപാന്തരപ്പെടാൻ ഈ ദൈവാത്മാവിൻ്റെ ജ്വലനം നമ്മുടെയൊക്കെ വ്യക്തിജീവിതങ്ങളിൽ ആവശ്യമാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടാൻ, ഒരു പുതിയ മനുഷ്യനായി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ നമുക്ക് ജീവിക്കുവാൻ വേണ്ടി ഈ ദൈവാത്മാവിൻ്റെ വലിയ ജ്വലനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ നമ്മുടെ മുഖംമൂടികളെല്ലാം ഉരുകി വീഴണം. കാപട്യം നിറഞ്ഞ നമ്മുടെ മുഖംമൂടികൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ വെന്തുരുകിയാൽ മാത്രമേ യഥാർത്ഥ ഞാൻ ആയിട്ട് എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് പലപ്പോഴും പലർക്കും പല മുഖംമൂടികളാണ്. ഭർത്താവിൻ്റെ അടുത്ത് ഒരു മുഖംമൂടി, ഭാര്യയുടെ അടുത്തൊരു മുഖം, മക്കളുടെ അടുത്ത് വേറൊരു മുഖം, അല്ലെങ്കിൽ മറ്റ് അയൽവക്കക്കാരുടെ അടുത്ത് മറ്റൊരു മുഖം. എന്തിനാണ് പല മുഖം മൂടികൾ ധരിച്ച് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്? യഥാർത്ഥ ഞാൻ ആയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും കൈവരുന്ന നല്ലൊരു കുടുംബജീവിതവും വ്യക്തിജീവിതവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആത്മാവിൻ്റെ അഗ്നിയിൽ നമ്മുടെ മുഖംമൂടികളെല്ലാം വെന്തുരുകണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം മുഴുവൻ ഈ പരിശുദ്ധാത്മാവിലുള്ള വലിയ ജീവിതത്തെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തുന്നത്. വളരെ പ്രത്യേകമായി 8-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ആത്മാവ് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിറവും, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നിറയപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് ദാഹിക്കാം. എപ്രകാരമാണ് പരിശുദ്ധാത്മ അഭിഷേകത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി നമുക്ക് ഒരുങ്ങി ജീവിക്കാൻ സാധിക്കുന്നത്? ഒന്നാമത്തെ ഒരു കാര്യം, അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ സ്ലീഹന്മാരെല്ലാം ഏക മനസ്സോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. പ്രാർത്ഥിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലേക്കാണ് ദൈവാത്മാവ് കടന്നു വരുന്നത്. ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഒരുമയുള്ള ഹൃദയങ്ങളിൽ വസിക്കുവാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിലേക്ക്, ഒരുമയുള്ള ഒരു സമൂഹത്തിലേക്കാണ് ദൈവാത്മാവ് എപ്പോഴും കടന്നു വരുന്നത്. ആ ഹൃദയങ്ങളിൽ വസിക്കുവാനാണ് ദൈവാത്മാവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഭിന്നിപ്പിൻ്റെ അപസ്വരങ്ങൾ മറന്ന് ഒരുമയുടെ സ്വരച്ചേർച്ചയിലേക്ക് നമ്മൾ വളരുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുമ്പോഴാണ്. ഭിന്നിപ്പിൻ്റെ അപസ്വരങ്ങൾ മറന്ന് സ്വരച്ചേർച്ചയുടെ ഒരുമയോടെ നമ്മൾ ജീവിക്കാൻ നമ്മൾ വെമ്പുമ്പോഴാണ് ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെയൊക്കെ ഉള്ളിൽ സംജാതമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യനെ, കുടുംബത്തെ വേർതിരിക്കുന്ന മതിലുകൾ എന്തെല്ലാമാണ്? ഏതൊക്കെ തരത്തിലുള്ള മതിലുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും? അത് വ്യക്തികളായിട്ടും വസ്തുക്കളായിട്ടും മറ്റു പല സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും ഒക്കെ തകർക്കുന്ന, വേർതിരിക്കുന്ന എന്തൊക്കെ മതിലുകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? അതെല്ലാം മാറ്റി സ്വരച്ചേർച്ചയുടെ, ഒരുമയുടെ, ഐക്യത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉള്ളിടത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നുള്ള ബോധ്യം നമുക്കൊക്കെ ഉണ്ടാകണം. രണ്ടാമത്തെ ഒരു കാര്യം, കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദവും അഗ്നിനാവും അവർ കണ്ടു എന്നാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് പ്രതീകങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെയും പ്രവർത്തനത്തെയും സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നത്: അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തി
അവിടുത്തെ ദാനങ്ങളാലും വരങ്ങളാലും നിറയപ്പെടുമെന്നുള്ളതാണ്. സന്തോഷവും സമാധാനവും ദയയും നന്മയും വിശ്വസ്തതയും ആത്മസംയമനവും ഭക്തിയും ഒക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്നൊക്കെ പറയുന്നത്. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും കൊണ്ടും നിറയപ്പെടുമെന്നുള്ളതാണ്. അത്ഭുതകരമായ പരിവർത്തനമാണ് ദൈവാത്മാവിൻ്റെ ആവാസം സൃഷ്ടിക്കുക എന്ന് ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം തിരുവചനത്തിലാണ്, നിങ്ങളുടെ എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കും, എല്ലാ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകുമെന്ന് ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ, കനലില്ലാത്ത അടുപ്പിലൂതിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളെല്ലാവരും ആത്മീയതയുടെ കനൽ നമ്മിൽ ഉണ്ടാകുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിനു വേണ്ടി, അഭിഷേകത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മൂന്നാമതായി യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ കരളലിയുന്നവനാണ് നമ്മുടെ ക്രിസ്തു. മറ്റുള്ളവരുടെ വേദനയിൽ, അപരൻ്റെ വേദനയിൽ പങ്കാളിയാകുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു എന്ന് പറയുന്നത്. മനുഷ്യ മുഖങ്ങളിൽ നിന്നും അവൻ്റെ വേദനകൾ തിരിച്ചറിയുന്ന ഒരു ഹൃദയഭാവം ഉണ്ടാകണമെങ്കിൽ ദൈവാത്മാവിൻ്റെ വലിയ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെയൊക്കെ അയൽവക്കക്കാരൻ്റെ, വേദനിക്കുന്ന സഹോദരൻ്റെ ഹൃദയഭാവം കാണാൻ ദൈവാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകണം. അങ്ങനെ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നമുക്കെൻ്റെ കൂടെയുള്ളവൻ്റെ, അപരൻ്റെ, എൻ്റെ ഭാര്യയുടെ, ഭർത്താവിൻ്റെ വേദനകൾ അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹം നിറഞ്ഞവരെ, ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ മൂന്നാമത്തെ അടയാളം, വേദനിക്കുന്ന അപരൻ്റെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അപരൻ്റെ വേദനകൾ എൻ്റെ ദുഃഖങ്ങളായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ, ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളും ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞവരാണെന്നാണ് പറയുന്നത്. നാലാമതായി, പ്രതിസന്ധികൾക്കും വേദനകൾക്കും നടുവിൽ ദൈവസ്തുതികൾ ആലപിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലാണല്ലോ ദൈവത്തെ ആരാധിക്കാത്തതിൻ്റെ പേരിൽ തീയിലെറിയപ്പെട്ട 3 യുവാക്കളെ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ നാമം അവർ ധീരമായി പ്രഘോഷിച്ചു. തീച്ചൂളയിലൂടെ കടന്നുപോയപ്പോഴും ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന്, സർവശക്തൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ 3 പേർ അഗ്നിക്കിരയാകുമ്പോൾ അവിടെ ദൈവം അവരെ കാത്ത് പരിപാലിക്കുകയാണ്. വലിയ പ്രതിസന്ധികളുടെ നടുവിൽ, വലിയ വേദനകളുടെ നടുവിൽ നമുക്കും ദൈവസ്തുതികൾ ആലപിച്ചുകൊണ്ട് ക്രിസ്തുവാണ് യഥാർത്ഥ രക്ഷകനെന്ന് തിരിച്ചറിയാൻ, പ്രഘോഷിക്കാൻ കഴിയുന്നിടത്ത് ദൈവാത്മാവ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. വീണ്ടും പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന വലിയ അധ്യാപകനാണ്, ഗുരുവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല, എന്നാൽ അവാച്യമായ ഒരു നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ യഥാർത്ഥ ഗുരുവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഓരോ പരിശുദ്ധ കുർബാനയിലും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എഴുന്നള്ളി വരണമേ. നാം ഒരുക്കമുള്ളവരാണെങ്കിൽ ആത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. ഒരുക്കമുള്ള ഹൃദയത്തോടുകൂടി നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വസിക്കുമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ പറയുന്നത്, ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ഓരോ പരിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവാണെന്നുള്ള ബോധ്യം നമുക്കൊക്കെ ഉണ്ടാകട്ടെ. ഓരോ പരിശുദ്ധ കുർബാനയും ഓരോ പന്തക്കുസ്തയാണ്. റുഹാഷണ പ്രാർത്ഥനയിൽ പുരോഹിതൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ
അവിടെ ഇരിക്കുന്ന കാസയിലും പീലാസയിലും മാത്രമല്ല പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്കും ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ടെന്നുള്ള ഒരു ഉറച്ച ബോധ്യവും നമുക്കുണ്ടാകണം. സ്നേഹം നിറഞ്ഞവരെ, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ദാഹിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം തിരുവചനം, ദൈവം നൽകുന്ന ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കരുത്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 19-ാം തിരുവചനം, ദൈവം നൽകുന്ന ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കരുത്. വീണ്ടും എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം തിരുവചനം, പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. ആത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുവചനം, പരിശുദ്ധാത്മാവിനെതിരെ നമ്മൾ സംസാരിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്: ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ ഭൗതികമായ സുഖദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന തിരിച്ചറിവോടുകൂടി പരിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലുമൊക്കെ പങ്കെടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവാത്മാവിനെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. ദൈവം നൽകുന്ന ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കരുത്. പരിശുദ്ധാത്മാവിനെതിരായി നമ്മൾ സംസാരിക്കരുത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ നാവിനെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കി, ഭാഷകൾ മനസ്സിലാക്കി ജീവിക്കാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ഈ പരിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആത്മാവേ, ഈ ലോകത്തെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയാൻ, ഞങ്ങളുടെ രോഗങ്ങളിൽ സൗഖ്യമുണ്ടാകുവാൻ, ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ ഇല്ലായ്മകളിൽ സമൃദ്ധി ഉണ്ടാകുവാൻ, ഞങ്ങളുടെ മക്കളിൽ ബുദ്ധിയുണ്ടാകുവാൻ, അവരെ നന്മയിൽ വളർത്തുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഈ പരിശുദ്ധ കുർബാനയിൽ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് സ്ലീഹാകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളും നമ്മുടെ കുടുംബജീവിതവും നിറയപ്പെടാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.